ചോദ്യപേപ്പർ ചോർച്ച വിവാദങ്ങൾക്കിടെ MS സൊല്യൂഷൻസ് നൽകിയ വിവാദ പരസ്യം പിൻവലിച്ചു. 199 രൂപയ്ക്ക് സയൻസ് വിഷയങ്ങളിൽ A+ എന്ന തലക്കെട്ടോടെയാണ് പരസ്യം കൊടുത്തത്. ആ പരസ്യമാണ് ഇദ്ദേഹത്തിന് പാരയായി മാറിയത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, പറയൂ, പരസ്യം പിൻവലിച്ചോ? SKN പരസ്യം പിൻവലിച്ചിരിക്കുകയാണ്. ഈ SSLC പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CEO കൂടിയായിട്ടുള്ള മുഹമ്മദ് ഷുഹൈബുമായി തെളിവെടുപ്പ് നടക്കുന്ന അതേ സമയത്താണ് മറ്റൊരു പരസ്യവുമായി MS സൊല്യൂഷൻസ് രംഗത്തെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:45 കൂടിയായിരുന്നു MS സൊല്യൂഷൻസ് SSLC എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് 73,000-ഓളം അംഗങ്ങളുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. SKN സൂചിപ്പിച്ച പോലെ തന്നെ 199 രൂപയ്ക്ക് സയൻസ് വിഷയങ്ങളിൽ A+ എന്ന തലക്കെട്ടോടെ മുഹമ്മദ് ഷുഹൈബിന്റെ പടം ഉൾപ്പെടുത്തിയായിരുന്നു ഈ പരസ്യം പങ്കുവെച്ചത്. ഇതിന് പിന്നാലെ നമ്മളിത് വാർത്തയാക്കിയിരുന്നു. ഈ വാർത്ത പങ്കുവെച്ചതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ സംഭവം വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നോക്കുമ്പോൾ അത്തരത്തിലൊരു പരസ്യം ആ ഗ്രൂപ്പിൽ ഇല്ല. അത് അപ്രതീക്ഷിതമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 ആഴ്ച മുമ്പും സമാനമായ രീതിയിൽ 199 രൂപയ്ക്ക് ഫുൾ A+ എന്ന ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതും ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ പിൻവലിച്ചു. അന്ന് അവർ നൽകിയ വിശദീകരണം തങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടു, അങ്ങനെയാണ് ഇത്തരത്തിലൊരു പരസ്യം നൽകിയതെന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഇപ്പോഴെന്തായാലും വിശദീകരണമായി മറ്റൊന്നും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെയും വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ പരസ്യം വന്നതിന് പിന്നാലെ നമ്മൾ ഈ അധികൃതരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ വിചിത്രമായ ഒരു കാര്യം, ഫുൾ A+ നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. വിദ്യാർത്ഥികൾ പഠിച്ചാൽ മാത്രമാണ് ഫുൾ A+ കിട്ടുകയുള്ളൂ. ഈ പരീക്ഷാ പേപ്പർ നൽകിയതുകൊണ്ട് ഫുൾ A+ കിട്ടണമെന്ന് നിർബന്ധമില്ല എന്ന കാര്യവും അവർ നമ്മളോട് തന്നെ വിശദീകരിക്കുകയും ചെയ്തതാണ്. എന്താണെങ്കിലും ഈ പരസ്യം പിൻവലിച്ചിരിക്കുകയാണ്. അതേസമയം SSLC പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഷുഹൈബിന്റെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഇപ്പോഴും തുടരുന്നുണ്ട്. 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഷുഹൈബിനെയും അതോടൊപ്പം തന്നെ 4ാം പ്രതിയെയും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുള്ളത്. താങ്ക് യു.